പന്തവുമായി പിണറായിയെ തേടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക്. പിണറായിയുടെ അഴിമതി ഭരണത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുവാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കത്തിച്ചു പിടിച്ച പന്തവുമായി ഇന്ന് നൈറ്റ് മാർച്ച് നടത്തി. ഈ കന്നന്തിരിവെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് പോയി സുഖമായി ഭാര്യയെയും കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്ന പിണറായിക്ക് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ക്ലിഫ് ഹൗസ് പരിസരത്തേക്ക് എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ പോലീസിന് നേരെ കമ്പ് പെറുക്കി എറിഞ്ഞിരുന്നു. എന്നാൽ നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരെ ശാന്തരാക്കി. എന്നിട്ടും കലിപൂണ്ട പ്രവർത്തകർ ക്ലിഫ് ഹൗസ് പരിസരത്ത് കണ്ട പിണറായിയുടെ പടമുള്ള എല്ലാ ഫ്ലക്സുകളും നശിപ്പിച്ചു. സമരജ്വാല എന്ന പേരിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ജില്ലാതല പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ തുടരുവാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളിയിലുള്ള വീട്ടിൽ നിന്നും പോലീസ് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 4ാം പ്രതി മാത്രമാണ് രാഹുൽ. സമരജ്വാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി ഡി ബൽറാം MLA നടത്തിയ പ്രസംഗം കാണുക. ജനാധിപത്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ ഇരുട്ടിന്റെ മറവിൽ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വീട്ടിൽ കയറി, അതിക്രമിച്ചു കയറി, വാതിൽ മുട്ടി, വാതിൽ പൊളിച്ചകത്ത് കയറി ഈ നിലയിൽ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള എന്ത് സാഹചര്യമാണ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരി ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ നാട് ഭരിക്കുന്ന ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനവികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടികളും ഈ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ സ്വാഭാവികതയാണ്, പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത്രത്തോളം ജനവിരുദ്ധമായ ജനദ്രോഹപരമായ ഒരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് പിണറായി വിജയനും മന്ത്രിപ്പടയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ബസ്സിൽ ഊരു ചുറ്റുമോ അതിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ പേര് വിമർശിക്കുന്നവരുടെ വാമൂടിക്കെട്ടാം, പ്രതികരിക്കുന്നവരെ മർദ്ദിച്ചൊതുക്കാം, ആർജവത്തോടുകൂടി നിലപാടെടുക്കുന്നവരെ തുറുങ്കിലടയ്ക്കാം എന്നാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഭീരുവായ ഭരണാധികാരി കരുതുന്നത് എങ്കിൽ ഈ നമ്പർ 1 പേടിത്തൊണ്ടൻ കേരളത്തിന്റെ തെരുവുകളിൽ ഇറങ്ങില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശക്തിയുള്ള സംഘടനയാണ് ഇന്നും യൂത്ത് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിണറായി വിജയനെ സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഭരണാധികാരി ചെയ്യുന്നതെന്ന് ഒരു മുദ്രാവാക്യത്തെ പോലും ഭയക്കുന്ന ഭീരു, തനിക്കെതിരെ ആരെങ്കിലും ഒരു മുദ്രാവാക്യം വിളിച്ചാൽ ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഞെട്ടിവിറയ്ക്കുന്ന, സ്വന്തം നിഴലിനെ പോലും ഭയക്കുന്ന നമ്പർ 1 പേടിത്തൊണ്ടൻ. ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചാൽ അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്നു. ആരെങ്കിലും ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചാൽ അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്നു. ഇന്നേ വരെ ഈ കേരളത്തിൽ ഇതുപോലൊരു നാണം കെട്ട മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രിയുടെ പ്രാഥമികമായിട്ടുള്ള ചുമതല എന്താ? നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനാധിപത്യപരമായ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. എന്നാൽ ഈ മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് ഈ കേരളത്തെ ഒരു കലാപ കേന്ദ്രമാക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചന ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നു. സമരം ചെയ്യുന്ന ആളുകളെ മർദ്ദിച്ചൊതുക്കുന്ന ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകളെ, SFIയുടെ ഗുണ്ടകളെ ജീവൻ രക്ഷാസേന എന്ന് പറഞ്ഞ് പ്രകീർത്തിച്ചുകൊണ്ട് അവരുടെ ഗുണ്ടായുസത്തിന് ന്യായീകരണ ക്യാപ്സ്യൂൾ ചമയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ രാവിലും പകലിലും ഇരവിലും നമുക്ക് സമരങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസുകാരുടെ മെക്കിട്ട് കയറാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസുകാർക്ക് നേരെ എന്ത് പറയാമെന്നാണ് പിണറായി വിജയൻ മിസ്റ്റർ നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് വെച്ചു പൊറപ്പിക്കുന്ന ഒരു നാടല്ല ഈ കേരളം എന്ന് ഓർത്താൽ നല്ലതാണ്. ഇതിനപ്പുറമുള്ള ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് മണ്ണ് സർ CP അടക്കമുള്ള പല ഏകാധിപതികളെയും തുരത്തിയോടിച്ച ചരിത്രമുള്ള മണ്ണാണ്. ആ പഴയകാല ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമായി ഒരു പ്രതീകാത്മകമായ സമരമാണ് ഇവിടെ നമ്മൾ ഉയർത്തുന്നത്.
ഇവിടെ എരിയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ രോഷാഗ്നിയാണ്. ഇതിൽ കത്തിച്ചാമ്പലാകാൻ പോകുന്നത് ഈ നാടുകളുടെ ഏറ്റവും വലിയ നെറുകെട്ട ഭരണകൂടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബിജെപിക്കാരുടെ എന്ത് സോഫ്റ്റ് കോർണറാണ്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബിജെപിയുടെ അധ്യക്ഷൻ കൊലപ്പണ കേസിലെ പ്രതിയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളതുപോലെയുള്ള ഏതെങ്കിലും സമരവുമായി ബന്ധപ്പെട്ട കേസാണോ? രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനമല്ലേ കൊലപ്പണ കേസിലെ ഇടപാടുകൾ? ആ സുരേന്ദ്രനെതിരെ ഒരു ചെറുവിരൽ വെക്കാൻ ഈ ഗവൺമെന്റിന്, മുഖ്യമന്ത്രി എന്ന പിണറായി വിജയന് സാധിക്കുന്നുണ്ടോ? നാടുനീളെ വർഗീയത പ്രചരിപ്പിച്ച് നടക്കുന്ന ഏതെങ്കിലും ആൾക്കെതിരെ, ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ ഇതുപോലൊരു നടപടിയെടുക്കാൻ ഈ നാട് ഭരിക്കുന്ന ആളുകൾക്ക് ആർജവമുണ്ടോ? പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്ന SFIയുടെ ക്രിമിനലുകൾ, അവരെ പേരിനൊന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും അവരെ സ്റ്റേഷനിൽ നിന്ന് CPMന്റെ ഏരിയ സെക്രട്ടറിമാർ എല്ലാത്തരം നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടുവരുന്നു. അവർക്കെതിരെയും പേരിന് കേസെടുക്കുന്നുണ്ട്, അറസ്റ്റ് ഉണ്ടാവുന്നില്ല. ഇതാണ് ഇരട്ട നീതി. ഇരട്ട ചെങ്കണ്ടെ എന്ന് അവകാശപ്പെടുന്ന നമ്പർ 1 പേര് തൊണ്ടൻ ഇരട്ട നീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അത് കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ്. ആ വികാരമല്ലേ ഇന്ന് സാംസ്കാരിക കേരളത്തിന്റെ ഏറ്റവും ആർജവമുള്ള ശബ്ദമായ മിസ്റ്റർ പിണറായി വിജയൻ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ്, നിങ്ങളെ ഇരുത്തിക്കൊണ്ടാണ് ഏകാധിപതികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സ്റ്റാലിന്റെ അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഇനിയും ഈ ജനവികാരത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സ്റ്റാലിൻ അടക്കമുള്ള മുൻകാല കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളുടെ അതേ വിധി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല. പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹത്തെ ഞാൻ ഇന്ന് ജയിലിൽ പോയി സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ഈ ഭരണകൂടത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. മെഡിക്കൽ ഗ്രൗണ്ടിൽ എനിക്ക് ഒരു ബെയിൽ വേണ്ട എന്ന ആർജവത്തോടു കൂടിയുള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അധിക്ഷേപിക്കാൻ നോക്കുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ എന്ന് പറയുന്ന യാതൊരു നിലവാരവുമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് വന്നുകൊണ്ട് എന്ത് അധിക്ഷേപമാണ് പറയുന്നത്? അദ്ദേഹം പറയുന്നതിന് എന്തെങ്കിലും വസ്തുതയുടെ തരുമ്പെങ്കിലും ഉണ്ടോ? വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നു. മിസ്റ്റർ ഗോവിന്ദൻ, നിങ്ങൾ പഴയ അപ്പം ക്യാപ്സ്യൂൾ പോലെയുള്ള നിലവാരമില്ലാത്ത വാദഗതികളുമായി ഇനിയും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അഭ്യാസനാവരുത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട്, അത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് നൽകപ്പെടുന്ന ഡിസ്ചാർജ് റിപ്പോർട്ടാണ്, ഡിസ്ചാർജ് സമ്മറിയാണ്. ഡിസ്ചാർജ് സമ്മറി ഫേക്ക് ആയിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ടെങ്കിൽ, നാട് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് പറയുന്നത് എങ്കിൽ, അത് കേരളത്തിലെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആരോഗ്യ വകുപ്പിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വിശ്വാസമില്ല എന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഈ നിലയിൽ വ്യാജമായ ഡിസ്ചാർജ് റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കുക? ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ നിയമപരമായ ഞങ്ങളുടെ അവകാശങ്ങളാണ് ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും ഒരു തമ്പ്രാന്റെയും ഒരു ഔദാര്യവും ഞങ്ങളുടെ നേതാക്കന്മാർക്കോ ഞങ്ങളുടെ പ്രവർത്തകർക്കോ ആവശ്യമില്ല. ഞങ്ങളുടെ 20ഓളം ചെറുപ്പക്കാർ 20 ദിവസമായി ജയിലിലാണ്. അവരും ഇതേ വികാരത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾക്ക് ഈ നെറുകെട്ട ഭരണകൂടത്തിന്റെ ഒരു ഔദാര്യത്തിന്റെയും ആവശ്യമില്ല. ഞങ്ങൾ പ്രതികരിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ പ്രകടിപ്പിച്ചത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ വികാരമാണ്. അത് ഏത് കൊടികെട്ടിയ തമ്പ്രാന്റെ മുമ്പിലും വീണ്ടും ആവർത്തിക്കാനുള്ള ആർജവമുള്ള ഒരു സംഘടനയെ നോക്കി നിങ്ങൾ വെല്ലുവിളി നടത്തുകയാണെങ്കിൽ CPM എന്ന് പറയുന്ന കേരളത്തിലെ മാത്രം അവശേഷിക്കുന്ന ഒരു ഈർക്കിൽ പാർട്ടിയുടെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ലോകം തിരസ്കരിച്ച പ്രത്യയശാസ്ത്രമാണ്. ഇന്ത്യ പുറന്തള്ളിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ മാത്രമുള്ള നിങ്ങൾ വല്ലാതെ നഗരിക്കരുത്. ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കാൻ ശ്രമിക്കരുത്.
ജനങ്ങളുടെ ശബ്ദമായി മാറുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ വേട്ടയാടാൻ ശ്രമിക്കരുത്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇതുപോലെ ഓരോ ദിവസവും ഞങ്ങൾ ഉയർത്തും. ഈ സമരത്തിൽ നിന്ന് പുറകോട്ടില്ല. ഈ സമരം ഓരോ ദിവസവും ഈ തിരുവനന്തപുരത്തിന്റെ നഗരത്തിൽ മാത്രമല്ല, കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിലെ 14 ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ മുൻകൈയിൽ തന്നെ ഈ സമരവും ഈ പ്രതിഷേധവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇവിടെ ഈ രാത്രിയിലും ഈ രാവിലെ പകലാക്കിക്കൊണ്ട് ആവേശകരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നാൽ അങ്ങേയറ്റം ജനാധിപത്യപരമായ ഒരു പ്രതിഷേധവുമായി ഇവിടേക്ക് കടന്നു വന്ന യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര സായാഹ്നം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ജയ് യൂത്ത് കോൺഗ്രസ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.